ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും ആശ്രയമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകാനായിട്ട് കഴിയും. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷവും ഒരുപാട് പേർക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഫിയറുണ്ട്. ഈ ഫിയറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, വാഹനം നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് വണ്ടി ബാലൻസ് ആകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം ഞാൻ കാല് എടുത്ത ബ്രേക്കിലേക്ക് വെക്കുന്നു. നിങ്ങൾ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ബ്രേക്കിലേക്ക് വെക്കുന്നു. രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇതെല്ലാവരും കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യും. ഇനി ഇതിന് ശേഷമുള്ള ബാലൻസിങ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ റോഡിൽ കിടക്കുന്ന സാഹചര്യമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ നിരപ്പായിട്ടുള്ളൊരു റോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ നിരപ്പ് റോഡാണ്, പക്ഷേങ്കിൽ ചെറിയൊരു സ്ലോപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക് എന്നൊന്ന് അയച്ചപ്പോൾ തന്നെ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നു. അപ്പോൾ ബ്രേക്ക് നമ്മൾ അയക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ ബാലൻസിങ്ങിലേക്ക് വരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. സ്റ്റിയറിംഗ് സ്റ്റഡി ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. ഇത് നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വണ്ടി മൂവായി. ഇനി നിങ്ങൾക്ക് വാഹനം മൂവായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് എല്ലാം ഒന്ന് ബാലൻസിലേക്ക് വരത്തില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്കിനി സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കണം, ഗിയർ മാറുന്ന സമയത്ത് തെറ്റാതിരിക്കണം, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് തെറ്റാതിരിക്കണം, ബ്രേക്കിലേക്ക് വരുന്നത് കറക്റ്റ് ആയിരിക്കണം, ആക്സിലറേഷൻ കൺട്രോളിങ് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അടുത്ത ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട, ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാല് വെക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യും. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു. ഇടത്തേക്കാല് ഞാൻ ക്ലച്ചിൽ വെച്ചേക്കാണ്. ഇടത്തേക്കായി ഗിയർ ലിവറെ വെക്കുന്നു. അപ്പം എനിക്ക് ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ടുണ്ടോ വണ്ടി ഇവിടെ ആക്കിക്കൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. ഇട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ നോക്കിക്കേ, സ്റ്റിയറിംഗ് ഉണ്ടോ, എനിക്ക് ഇത്രയും ഇങ്ങോട്ട് തിരിക്കുകയും ഒപ്പം തന്നെ 2 കൈയും സ്റ്റിയറിംഗിലേക്ക് വന്ന് എനിക്കിതുകൊണ്ട് ഈ ടേൺ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രേക്കിനെയും ബാലൻസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പോൾ സെയിം ടൈമിൽ ഞാനിവിടെ ബ്രേക്കിനെ ബാലൻസ് ചെയ്തു, സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്തു, ഗിയർ ഷിഫ്റ്റിങ്ങും ഞാൻ ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ ടൈമിൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അടുത്ത ഗിയർ ഇടാൻ തീരുമാനിച്ച് എൻ്റെ കൈ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇവിടെ ബാലൻസ് ചെയ്യുന്നു. ഈ സമയത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേൽ ഞാൻ വെച്ചു. ഗിയർ മാറ്റണം. ഇടത്തേക്ക് ഗിയർ ലിവറെ വെച്ചു. ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു കൈ കൊണ്ട് നമ്മളിവിടെ ബാലൻസ് ചെയ്യുന്നു. വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു കാരണവശാലും ഗിയർ ലിവറെ നോക്കരുത്, നേരെ നോക്കുക. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഇതുണ്ട് ഇടത് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ചുകൊണ്ട് ഞാൻ തേർഡിലേക്ക് ഇടുകയാണ്. ഇടുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് ബാലൻസ് ചെയ്തു കൊണ്ട് തേർഡിലേക്ക് ഇടുന്നു. ഉടൻ തന്നെ ക്ലച്ച് റിലീസ് ചെയ്ത സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്റ്റിയറിംഗ് ഞാൻ സ്റ്റഡി ആക്കി കൊടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്തു, ആ സെയിം ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരുന്നു. വീണ്ടും 2 കൈയും എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് വീലിലേക്ക് ഹോൾഡ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ഗിയർ കൊടുക്കാൻ നേരത്തെ എന്ത് ചെയ്തു, ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു. ഇപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക. വണ്ടി കറക്റ്റ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇടത്തേക്കാല് ക്ലച്ചേ വെക്കുന്നു. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു. ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു. കണ്ടോ? വീണ്ടും 2 കൈയും സ്റ്റിയറിംഗിലേക്ക് വരുന്നു. അപ്പോൾ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്താൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണം. ഇതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു. ഫോർത്തിൽ നിന്ന് തേർഡ് ആണെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക. ക്ലച്ചിൽ ഇടത്തേക്കാലം ഇങ്ങനെ കാല് വെക്കുക, ക്ലച്ച് പിടിക്കുക, തേർഡ് കൊടുക്കുക, ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും 2 കൈയും കണ്ടോ സ്റ്റിയറിംഗിലേക്ക് വന്ന് നമ്മളിതുകൊണ്ട് തേർഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ്. ഇനി തേർഡ് ഗിയറിൽ കയറുന്നില്ല എന്ന് തോന്നിയാൽ ഒരു കൈ കൊണ്ട് നമ്മളിവിടെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കണ്ടോ ഒന്ന് സ്റ്റഡി ആക്കുന്നു. സ്റ്റഡി ആക്കിയിട്ടുണ്ടോ ഒരു കൈ ഇവിടെ ഗിയർ ലിവറെ വെക്കുന്നു. അതിനുശേഷം ഇടത്തേക്കാലം ഞാൻ ജസ്റ്റ് ക്ലച്ചേ വെക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചേന്ന് റിലീസ് ചെയ്യുന്നു. വീണ്ടും 2 കൈയും സ്റ്റിയറിംഗിലേക്ക് വരുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 3 കാര്യങ്ങളും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ഉണ്ട് ഈ ബാലൻസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട്.
അതായത് ഇപ്പം ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കൈ സ്റ്റിയറിംഗ് വീലിലേക്ക് എടുത്ത് വെച്ച് ആദ്യം നമ്മൾ സ്റ്റിയറിങ്ങിനെ കറക്റ്റ് ആക്കുന്നു. ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിലും വെച്ചു, ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലും വെച്ചു. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് തിടുക്കത്തിലിടാതിരിക്കാനും തെറ്റിപ്പോകാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ ഇവിടെ തേടി വരുവാണ്. ഇതുകൊണ്ടോ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് ചെറിയൊരു വളവ് ഞാൻ ഇങ്ങനെ ടേൺ എടുത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നു. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി സ്റ്റിയറിംഗ് നേരെയാക്കി. ആക്സിലറേഷൻ്റെ ഒരു പ്രാധാന്യമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ഞാൻ ക്ലച്ച് ഔട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ആക്സിലറേഷൻ കുറച്ച സമയത്ത് എൻ്റെ വണ്ടി ഉണ്ടോ മൂവിങ് ആണ്. എന്തുകൊണ്ടാണ്? ഞാൻ കൊടുത്ത സ്പീഡിൽ ഓൾറെഡി എൻ്റെ വണ്ടി മൂവിങ് ആണ്. ഈ സമയത്ത് നമുക്ക് സാവധാനം തേട് കൊടുക്കാനായിട്ടുള്ള ടൈം കിട്ടും. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് അതുകൊണ്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ബ്രേക്ക് ബാലൻസിങ്ങിലേക്ക് എത്താം. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇവിടെ ബാലൻസ് ചെയ്യുന്നു, ഇടത്തെ കൈ ഗിയർ ലിവറെ വെച്ചു, ക്ലച്ചേ കാലെടുത്ത് വെച്ചു. വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്താതെ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇടുങ്ങിയ സ്പേസിലേക്ക് വന്നപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയറിൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോവാണ്. അപ്പോൾ അടുത്തൊരു ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എപ്പോഴും വണ്ടിക്ക് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കിയിട്ട് ഗിയർ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഇങ്ങനെ തേടി വരുവാണ്, എനിക്ക് ഫോർത്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തു, ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാൻ സ്പീഡാക്കുന്ന സമയത്ത് ഇടത്തേക്കാല് ക്ലച്ച് വെച്ചു, ആക്സിലറേഷൻ അയച്ചു, ക്ലച്ച് പിടിച്ചപ്പോഴും വണ്ടി റണ്ണിങ് ആണ്. തേർഡിലേക്ക് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വന്നു. കണ്ടോ? അപ്പോൾ ആക്സിലറേഷൻ്റെ ആ ഒരു പ്രാധാന്യം ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത്തിരി സ്പീഡാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ തേർഡിൽ വരുവാണ്, അത് ചെറിയൊരു കയറ്റം ഇങ്ങനെ കയറി വരുന്നു, എനിക്ക് ഇവിടുന്ന് റൈറ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. അപ്പം ഞാനിതുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി, ഇടത്തെ കാല് ക്ലച്ചേ വെച്ചു, ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. കൊണ്ടോ? അപ്പോൾ റണ്ണിങ് നിലനിർത്തി സെക്കൻഡ് കൊടുത്ത് ഇതുണ്ടോ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് ടേൺ എടുത്തു, കയറ്റം കയറി വന്നാൽ ഉടൻ തന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് കണ്ടോ സ്റ്റിയറിങ്ങിനെ നമ്മൾ സ്റ്റഡിയാക്കി. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം. അതിനുള്ള ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒറ്റ ടൈമിൽ 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ ബാലൻസ് ആക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.